പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ എനിക്ക് ദിവസവും കാച്ചിയ പാൽ തരും. അത് കുടിച്ചില്ലെങ്കിൽ അമ്മ എന്നെ വഴക്ക് പറയും. കാരണം ഞാൻ അച്ഛനോളം വലുതാകണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ഇതൊരു പക്ഷേ എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവാം. ഇത് പഴയകാല മലയാള പാഠപുസ്തകത്തിലെ ഏതാനും വരികളാണ്. ഇത് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ കാരണം പാലിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുവാനാണ്. ഓരോ മലയാളിയുടെയും പ്രഭാതം തുടങ്ങുന്നത് തന്നെ ചെറു ചൂടുള്ള ചായയിലോ പാൽ ചേർത്ത ഒരു കാപ്പിയിലോ ആയിരിക്കും. ഈ പാൽ നമുക്കൊക്കെ തരുന്ന ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ കർഷകർ നമ്മുടെ ഇടയിലുണ്ട്. ഇന്നത്തെ വീഡിയോ ഈ ക്ഷീരകർഷകർക്കായി ഞാൻ സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ 1-2 പശുക്കളെ വളർത്തുന്ന നാമമാത്ര കർഷകർ തുടങ്ങി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡയറി ഫാമുകൾ നടത്തുന്ന കർഷകർ വരെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ പാൽ എന്ന ഉൽപ്പന്നം ഇവർക്ക് ഒരു നല്ല വരുമാന മാർഗമാകണമെങ്കിൽ പശുവിന് നിരവധി കാരണങ്ങൾ പശുവിനെ ആശ്രയിച്ചിരിക്കുന്നു. പശുവിന് വരുന്ന നിരവധി രോഗങ്ങൾ, പുതിയതും പഴയതുമായ നിരവധി രോഗങ്ങൾ അല്ലെങ്കിൽ പുതുതായി എമർജിങ് ഡിസീസസ്, ഇങ്ങനെ പല രോഗങ്ങളും കന്നുകാലികളുടെ പാലുൽപാദനത്തെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട പാലുൽപാദനത്തെ വളരെ സാരമായി ബാധിക്കുന്ന ഒരു രോഗമായ അകിടുവീക്കത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, രോഗം ഉണ്ടാക്കുന്ന എല്ലാം തന്നെ സൂക്ഷ്മാണുക്കളാണ്. അതായത് രോഗഹേതു എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര തീരെ ചെറിയ അണുക്കളെയാണ് സൂക്ഷ്മാണുക്കൾ എന്ന് നാം പറയുന്നത്. ഇതിൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയ നിരവധി സൂക്ഷ്മാണുക്കളുണ്ട്. മറ്റൊരു കാര്യം നാം അറിയേണ്ടത്, ഒരു രോഗമുണ്ടാകാൻ ഇത്തരം രോഗാണുക്കൾ നമ്മുടെ ആയാലും മൃഗത്തിൻ്റെ ആയാലും ശരീരത്തിനുള്ളിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക അല്ലെങ്കിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. രോഗാണുക്കൾ ശരീരത്തിൽ എത്തുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. നാം കഴിക്കുന്ന അല്ലെങ്കിൽ പശു കഴിക്കുന്ന ആഹാരത്തിലൂടെ, അതുപോലെ തന്നെ ശ്വസന വായുവിലൂടെ, ത്വക്കിലൂടെ, ലൈംഗിക ബന്ധത്തിലൂടെ, ഇങ്ങനെ നിരവധി മാർഗങ്ങളിലൂടെ സൂക്ഷ്മാണുക്കളായ രോഗാണുക്കൾ ശരീരത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പശുവിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള രോഗാണുക്കൾ നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ശരീരത്തിൽ ആധിപത്യം ഉണ്ടാക്കുക. ഇതുപോലെ തന്നെയാണ് അകിടുവീക്കം എന്ന രോഗം ഉണ്ടാകുന്ന അതിൻ്റെ ഒരു വഴിയും. രോഗമുണ്ടാക്കുന്ന രോഗാണുക്കളായ ബാക്ടീരിയ, ഫംഗസ് എന്നിവ ശരീരത്തിൽ, അതായത് പശുവിൻ്റെ ശരീരത്തിലേക്ക് എത്തുമ്പോഴാണ് പശുവിന് ഈ പറഞ്ഞ രോഗമുണ്ടാക്കുന്നത്. നമുക്കറിയാം, ഒരു പശുവിന് അകിടുവീക്കം ഉണ്ടാകണമെങ്കിൽ രോഗഹേതുവായ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അതിൻ്റെ ശരീരത്തിലെത്തുന്നത് ആഹാരത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ ശ്വസിക്കുന്നതിലൂടെയോ അല്ല. പകരം അത് മറിച്ച് അതിൻ്റെ മുലക്കാമ്പുകളിൽ കൂടി രോഗാണുക്കൾ അകിടിൽ എത്തുമ്പോഴാണ് അകിടുവീക്കം എന്ന രോഗം ഉണ്ടാകുന്നത്. അകിടിലുണ്ടാകുന്ന അല്ലെങ്കിൽ മുലക്കാമ്പുകളിലുണ്ടാകുന്ന ചെറിയ മുറിവുകൾ, ക്ഷതങ്ങൾ, പോറലുകൾ ഇവയിലൂടെയൊക്കെ രോഗാണുക്കൾ മുലക്കാമ്പിലൂടെ പശുവിൻ്റെ അകിടിൽ എത്തിച്ചേരുകയാണ്. ഇത്തരത്തിൽ പശുവിൻ്റെ ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ അകിടിനുള്ളിൽ എത്തപ്പെടുന്ന അണുക്കൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ അകിടിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അവയുടെ എണ്ണം 10 മടങ്ങായി വർദ്ധിക്കുന്നു. ഇത്തരത്തിൽ 10 മടങ്ങായി വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി പ്രകടമായ ലക്ഷണങ്ങൾ ഈ പശു കാണിച്ചു തുടങ്ങും. പനിയുണ്ടാവാം, തീറ്റ കഴിക്കുന്നതിനുള്ള മടുപ്പ് കാണിക്കും, നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. പേര് സൂചിപ്പിക്കുന്നത് പോലെ അകിടിന് നീരും വേദനയും ഉണ്ടാവും. തുടക്കത്തിൽ അകിടിൽ തൊട്ടു നോക്കിയാൽ ചെറിയ ചൂട് അനുഭവപ്പെടും. പാലിൽ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വരില്ല. എന്നാൽ അകിടിനുള്ളിൽ കടന്നുകൂടിയ സൂക്ഷ്മാണുവിൻ്റെ തീവ്രതയനുസരിച്ച് പാലിൻ്റെ നിറവും ഘടനയും മാറും. ചിലപ്പോൾ പാല് വെള്ള നിറത്തിൽ തന്നെ തൈര് പോലെയോ കാണപ്പെടും.
ചില സമയത്ത് പാലിൽ അരിപ്പൊടി പോലെയുള്ള ചെറിയ വെള്ള കണികകൾ കാണപ്പെടും. ചിലപ്പോൾ പഴുപ്പ് കലർന്ന ദ്രാവകമായിരിക്കും അകിടിൽ നിന്ന് പുറത്തു വരിക. ഇതെല്ലാം കഴിഞ്ഞ് രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ പാലിൻ്റെ നിറവും ഘടനയും പൂർണ്ണമായി മാറി കണ്ണുനീര് പോലെ തെളിഞ്ഞ ദ്രാവകമായിരിക്കും പുറത്തേക്ക് വരാറ്. വേദന മൂലം ഈ അവസരത്തിൽ പശുവിന് നടക്കാൻ കഴിയാതെയും വരാറുണ്ട്. അകിടുവീക്കമെന്ന ഈ രോഗം ചിലപ്പോൾ ഒരു കാമ്പിനെയോ ഒന്നിൽ കൂടുതൽ കാമ്പുകളെയോ ബാധിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള രോഗമുണ്ടാകാനുള്ള രോഗഹേതു സൂക്ഷ്മാണുക്കളാണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അകിടിലുണ്ടാകുന്ന അല്ലെങ്കിൽ മുലക്കാമ്പുകളിലുണ്ടാകുന്ന ഏതൊരു ചെറിയ മുറിവും പോറലുകളും രോഗത്തിന് കാരണമാകുന്നു. അതുകൂടാതെ അശാസ്ത്രീയമായ കറവ, അതായത് നേരം തെറ്റിയുള്ള കറവ മൂലം പശുവിൻ്റെ അകിടിൽ പാല് കെട്ടി നിന്നാൽ അത് രോഗം ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ വൃത്തിഹീനമായ തൊഴുത്തും പരിസരവും. തൊഴുത്തിൻ്റെ തറ നനഞ്ഞു കിടക്കുകയോ പൊട്ടിപ്പൊളിഞ്ഞ് ആ കുഴികളിൽ ചാണകവും മൂത്രവും മറ്റു മലിന വസ്തുക്കളും അടിഞ്ഞുകൂടി കിടക്കുകയുമാണെങ്കിൽ നമ്മുടെ പശു ആ വൃത്തിയില്ലാത്ത തൊഴുത്തിൽ കിടക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സൂക്ഷ്മാണുക്കൾക്ക് ഏറ്റവും പെട്ടെന്ന് അകിടിനുള്ളിലേക്ക് കയറാനുള്ള സാഹചര്യം നാം തന്നെയല്ലേ ഇത്തരത്തിൽ ഒരുക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുഴുവൻ പാലും കറന്നെടുക്കാതിരിക്കുക. അശാസ്ത്രീയമായ കറവ എന്നുള്ളതിൽ ഇതുകൂടി നമുക്ക് സൂചിപ്പിക്കാതെ പോകുവാൻ കഴിയില്ല. മുഴുവൻ പാലും കറന്നെടുത്തില്ല എന്നുണ്ടെങ്കിൽ അകിടിനുള്ളിൽ ബാക്കി ശേഷിക്കുന്ന പാല് ഇത്തരത്തിലുള്ള രോഗത്തിന് കാരണമാകാറുണ്ട്. രോഗം കണ്ടെത്തിയാലോ എത്രയും പെട്ടെന്ന്, രോഗം തിരിച്ചറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന് വെറ്റിനറി ഡോക്ടറുടെ സേവനം അല്ലെങ്കിൽ ചികിത്സ തേടുക എന്നുള്ളത് പരമപ്രധാനമാണ്. കാരണം ഈ രോഗം സമയം കൂടുന്തോറും അത് രോഗം മൂർച്ഛിക്കുകയും പാലുൽപാദനം ഒരുപക്ഷെ പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യും. രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ ചെറു ചൂടും സോഫ്റ്റായി അല്ലെങ്കിൽ മൃദുവായി ഇരുന്ന അകിട് ഒരു പക്ഷേ ക്രമേണ കട്ടികൂടി ഒരു മരക്കഷ്ണത്തിൽ തൊടുന്ന ഒരു ഘടനയിലേക്ക് പോകും. ഈ അവസരമാകുമ്പോഴേക്കും മിക്കവാറും പാലുൽപാദന കോശങ്ങൾ, അകിടിനുള്ളിലെ പാലുൽപാദന കോശങ്ങൾ സ്ഥിരമായി നശിച്ചു പോകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചികിത്സയ്ക്കുള്ള അല്ലെങ്കിൽ ചികിത്സ തേടുന്നതിനുള്ള സമയം വളരെ പ്രധാനമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇതിൽ പരമപ്രധാനമായ കാര്യം. ഇനി ഡോക്ടർ എത്തും മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി നോക്കാം. ഓരോ അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമെങ്കിൽ എത്രയും ഇടവേള കുറയ്ക്കാമോ അത്രയും ഇടവേള കുറച്ചുകൊണ്ട് അകിടിനുള്ളിൽ കെട്ടി നിൽക്കുന്ന ഈ നിറവ്യത്യാസമുള്ള പാല് അല്ലെങ്കിൽ നീരുള്ള വശത്തെ പാല് തുടർച്ചയായി കറന്നു മാറ്റുക എന്നതാണ് കർഷകന് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു പ്രഥമ ശുശ്രൂഷ. അതിനുശേഷം ഡോക്ടർ വന്ന് അതിനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകൾ, ഈ തരത്തിലുള്ള സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കണം. ആൻറ്റി ഹിസ്റ്റാമിനുകൾ എന്ന് പറയുന്ന മരുന്നുകൾ കൊടുക്കണം. ചിലപ്പോൾ പശു തീറ്റയെടുക്കാതെ ക്ഷീണവും മറ്റും വരുന്ന സമയങ്ങളിൽ ഫ്ലൂയിഡുകൾ, ഞരമ്പുകളിലൂടെ ഗ്ലൂക്കോസ് പോലെയുള്ള ഫ്ലൂയിഡുകൾ നൽകേണ്ടി വരുന്നതാണ്. ഇനി ഈ ചികിത്സ പലപ്പോഴും 3 മുതൽ 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. വളരെ സാമ്പത്തിക നഷ്ടം, പാലുൽപാദനം മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കൂടാതെ ചികിത്സാ ചിലവ് മൂലം കർഷകനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും കണക്കിലെടുക്കുമ്പോൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അകിടുവീക്കം. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് കൂടി കർഷകർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൽ പരമപ്രധാനമായ കാര്യം ശരിയായ സമയത്ത് കറവ അനുവർത്തിക്കുക. സമയം തെറ്റിയുള്ള അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള കറവ പലപ്പോഴും അകിടുവീക്കത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമയക്രമം പാലിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം പാലിക്കേണ്ടതാണ്. അതുകൂടാതെ മുഴുവൻ പാലും കറന്നെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്.
ശാസ്ത്രീയമായ കറവ രീതി അനുവർത്തിക്കുക. അതായത് കറവയ്ക്ക് മുമ്പും പിമ്പും കറവക്കാരൻ്റെ കൈകളും അകിടും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകി അണുവിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകിയ പശുവിൻ്റെ അകിട് ഒരു വൃത്തിയുള്ള തോർത്ത് അല്ലെങ്കിൽ ടവൽ ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം മാത്രമേ കറവ അനുവർത്തിക്കാവൂ എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, തൊഴുത്തും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുക. അതോടൊപ്പം പശുവിനെയും വളരെ വൃത്തിയായി സൂക്ഷിക്കുക അത്യാവശ്യമായ കാര്യമാണ്. തൊഴുത്തിലുള്ള ചെറിയ കുഴികൾ, തടങ്ങൾ എന്നിവ പലപ്പോഴും കർഷകർ നിസ്സാരമായി കണ്ടുവരാറുണ്ട്. ഇത് കഴിയുന്നതും തൊഴുത്തിൽ ഇത്തരത്തിലുള്ള തറകളും കുഴികളും മറ്റും അടയ്ക്കുക, മൂത്രവും ചാണകവും തൊഴുത്തിനുള്ളിൽ കെട്ടിക്കിടക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തൊഴുത്തിൻ്റെ ശുചിത്വം നമുക്ക് പൂർണ്ണമായും നടപ്പിലാക്കുവാൻ കഴിയും. ഇത്തരത്തിൽ വൃത്തിയുള്ള ഒരു തൊഴുത്തിൽ വളരുന്ന അല്ലെങ്കിൽ വസിക്കുന്ന വൃത്തിയുള്ള ഒരു പശുവിന് അകിട് വീക്കമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ക്ഷീരകർഷകർക്ക് അനുവർത്തിക്കാവുന്ന അല്ലെങ്കിൽ അകിടുവീക്കം എന്ന രോഗം വരാതിരിക്കാനായി ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ് ടീത്ത് ഡിപ്പിംഗ് അല്ലെങ്കിൽ മുലക്കാമ്പ് മുക്കൽ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ചെറിയ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ടംബ്ലറിൽ 1/2 ഗ്ലാസ് വെള്ളമെടുക്കുക. അതിലേക്ക് അല്പം അണുനാശിനിയായ ബെറ്റാഡിൻ ലായനി 1-2 തുള്ളി ബെറ്റാഡിൻ ലായനി ഒഴിക്കുക. കറവയ്ക്ക് ശേഷം ഈ ടംബ്ലറിനുള്ളിലെ അണുനാശിനി കലർന്ന ഈ ഒരു സൊല്യൂഷൻ ഓരോ കാമ്പിലും 1 മുതൽ 2 സെക്കൻഡ് വരെ മുക്കിപ്പിടിക്കുക. അപ്പോൾ ഒരു പശുവിന് നമുക്ക് ഈ ഒരു ടംബ്ലറിൽ ഉപയോഗിക്കുന്ന ഇത്തരം ബെറ്റാഡിൻ കലർന്ന ലായനി ഉപയോഗിച്ച് 4 കാമ്പുകളും മുക്കാവുന്നതാണ്. എന്നാൽ തൊഴുത്തിൽ തന്നെയുള്ള മറ്റൊരു പശുവിന് ഇത്തരത്തിലുള്ള മുലക്കാമ്പ് മുക്കലിനായി ഉപയോഗിക്കുന്ന ലായനി മറ്റൊരു പാത്രത്തിലായിരിക്കണം. അതായത് ഈ വെള്ളം ലായനിയും കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു പശുവിൽ ഉപയോഗിച്ച ഇത്തരത്തിലുള്ള അണുനാശിനി കലർന്ന ലായനി മറ്റൊരു പശുവിൽ മുലക്കാമ്പ് മുക്കലിനായി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇത്തരത്തിലുള്ള ഈ പ്രക്രിയ മൂലം അല്ലെങ്കിൽ ടീത്ത് ഡിപ്പിംഗ് മൂലം മുലക്കണ്ണുകൾ വഴി രോഗാണുക്കൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിനെ തടയുന്നു. ഒരു പരിധിവരെ നമുക്ക് അകിടുവീക്കം എന്ന രോഗം പശുക്കളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കുവാനും കഴിയും. അതുപോലെ തന്നെ കർഷകർക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് വറ്റുകാല ചികിത്സ. നമുക്കറിയാം, പശുവിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് 9 മാസമാണ്. ഏതാണ്ട് 270 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ 10 ദിവസം സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും അകിടുവീക്കം വന്നിട്ടുള്ള പശുക്കൾക്ക് ചിലപ്പോൾ വീണ്ടും അകിടുവീക്കം വന്നു കൂടായികയില്ല. പ്രസവശേഷം ഉടനെയോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയുടെ അവസാന ഘട്ടത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള അകിടുവീക്കം ഉണ്ടാകാറുണ്ട്. അത് വരാതിരിക്കാനായി കർഷകർക്ക് എടുക്കാവുന്ന ഒരു മുൻകരുതലിൻ്റെ പേരാണ് വറ്റുകാല ചികിത്സ അല്ലെങ്കിൽ ഡ്രൈ കൗ തെറാപ്പി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, 7 മാസം കഴിയുമ്പോൾ നമ്മൾ കറവ വറ്റിക്കാൻ തുടങ്ങും. അതായത് കറവ പൂർണ്ണമായും നിർത്തും. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പിന്നീട് വരുന്ന കിടാവിൻ്റെ ആരോഗ്യത്തിനും അതോടൊപ്പം പിന്നീട് വരുന്ന കറവയിൽ പാലുൽപാദനം കൂട്ടുന്നതിനുമാണ് നമ്മൾ സാധാരണ കറവ പശുക്കൾക്ക് 2 മാസം വറ്റുകാലം അല്ലെങ്കിൽ ഡ്രൈ പീരീഡ് കൊടുക്കുന്നത്. ഈ ഡ്രൈ പീരീഡിൽ അല്ലെങ്കിൽ വറ്റുകാലത്തിൽ നമ്മൾ അകിടുവീക്കം വരാതിരിക്കാനായി കൊടുക്കുന്ന ചികിത്സയെയാണ് നമ്മൾ ഡ്രൈ കൗ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായും പാൽ വറ്റിക്കുന്ന അവസാനത്തെ ദിവസം പൂർണ്ണമായും പാൽ കറന്നെടുത്തതിന് ശേഷം 4 മുലക്കാമ്പുകളിലേക്കും ദീർഘകാല പ്രവർത്തന ശേഷിയുള്ള, ഇത് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദീർഘകാല പ്രവർത്തന ശേഷിയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ചേർന്ന ഇൻട്രാമാമറി മരുന്നുകൾ എന്ന് പറഞ്ഞാൽ അകിടിനുള്ളിലേക്ക് കയറ്റി നിർത്താവുന്ന ദീർഘകാല പ്രവർത്തന ശേഷിയുള്ള മരുന്നുകൾ 4 കാമ്പുകളിലേക്കും കയറ്റി നിർത്തുകയും അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അവശേഷിക്കുന്ന പാൽ ഞെക്കിക്കളഞ്ഞതിന് ശേഷം വീണ്ടും ഇതേ പ്രക്രിയ, അതായത് ദീർഘകാല പ്രവർത്തന ശേഷിയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ അടങ്ങിയ മരുന്നുകൾ മുലക്കാമ്പിലേക്ക് കയറ്റി നിർത്തുന്നതും ഇത്തരത്തിലുള്ള ചികിത്സ മൂലം രോഗാണുക്കളുടെ പ്രവേശനവും
അതുപോലെ തന്നെ രോഗാണുക്കളുടെ വളർച്ചയും ഗർഭകാലത്ത് അകിടിനുള്ളിൽ തടയുവാനും പ്രസവശേഷം അകിട് വീക്കം ഒഴിവാക്കുവാനും കർഷകർക്ക് കഴിയുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ പ്രത്യേകം സൂചിപ്പിക്കേണ്ട ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ദീർഘകാല പ്രവർത്തന ശേഷിയുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകൾ എന്നുള്ളത്. പലപ്പോഴും ക്ഷീര കർഷകരെ സംബന്ധിച്ച് അകിട് വീക്കം എന്ന രോഗം കാണുമ്പോൾ ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം കമ്പനികളുടെ ചില പ്രത്യേകതരം മരുന്നുകൾ കാമ്പിനുള്ളിൽ കയറ്റി നിർത്തുക കർഷകരുടെ ഒരു പതിവാണ്. എന്നാൽ ഇത് ആ ഒരു സമയത്തേക്ക് മാത്രമുള്ള ചികിത്സാ മാർഗമാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, ദീർഘകാല പ്രവർത്തനശേഷിയുള്ള അല്ലെങ്കിൽ ലോങ് ആക്ടിങ് ആൻറ്റിബയോട്ടിക്സ്, അതായത് 7 മാസത്തിന് ശേഷം കറവ നിർത്തിക്കഴിഞ്ഞാൽ വിശാലമായ 2 മാസം ഈ പശുവിൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ 2 മാസത്തോളം കാമ്പിനുള്ളിൽ അല്ലെങ്കിൽ അകിടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ തക്ക ശേഷിയുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ് ഇത്തരത്തിൽ വറ്റുകാല ചികിത്സയ്ക്കായി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വെറ്റിനറി ഡോക്ടറുടെ സേവനം തേടാവുന്നതാണ്. അപ്പോൾ എപ്പോഴും രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുവാൻ ശ്രമിക്കുകയാണ്. ക്ഷീരകർഷകരെ സംബന്ധിച്ച് ഓരോ ലിറ്റർ പാലിലും ഉണ്ടാകുന്ന കുറവ് അതവരെ വളരെ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അകിട് വീക്കം എന്ന രോഗം വരാതിരിക്കാൻ ഓരോ കർഷകരും തങ്ങളാൽ ചെയ്യുന്ന വിധം തങ്ങളുടെ പശുവിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.